മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വേണ്ട ദൈവത്തിന്റെ പാതപെടുത്തിങ്കിൽ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം കൃപ തന്നല്ലോ. യേശുവിന്റെ വാക്കുകളെക്കാൾ നമുക്ക് ആശ്വാസം തരുന്ന വാക്കുകൾ ഈ ലോകത്തിൽ ഒന്നിനും പാട്ടുകളും മനുഷ്യന്റെ വാക്കുകളും സാരമില്ല എന്ന് മനുഷ്യർ പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് സാരം അല്ലെങ്കിൽ നമ്മുടെ ആശ്വാസത്തിന് ഉതകുന്നതല്ല, നമ്മുടെ സമാധാനത്തിന് ഉതകുന്നതല്ലല്ലോ. ആമേൻ. എന്നാൽ യേശു പറയുകയാണ് ഭയപ്പെടേണ്ട. യേശു പറയുന്നു നിങ്ങൾ ധൈര്യമായിരിക്കുക. യേശു പറയുന്നു നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞു നോക്കി. യേശു പറയുന്നു നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കും. യേശു പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു പറയുന്നു എന്നിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കും. അതൊരാൾ പറയുമ്പോൾ, അത് കർത്താവിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് യേശുവിന്റെ വാക്കുകളിൽ വിശ്വസിക്കാൻ കഴിയണം. കാരണം അവൻ നമ്മുടെ സൃഷ്ടിതാവാണ്. സകലത്തിന്റെ മേലും അധികാരമുള്ളവനാണ് യേശു. അതുകൊണ്ട് യേശുവിന്റെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്, അതിന് മാത്രമേ വിലയുള്ളൂ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്ന ദൈവമായ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ച് വായിക്കാം. മാത്യു ചാപ്റ്റർ 5 verses 1 to 20. ബൈബിൾ എടുത്ത് കാണുന്ന വിശ്വസിക്കുന്നു. Let's read it together. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായ് വഴി അവരോട് ഉപദേശിച്ച് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുകയും നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു വരും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാര്യമില്ലാതെ പോയാൽ അതിന് എന്തോ ഒന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറന്നിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്ര വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിക്കുവാനത്രേ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ ഒന്നഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. അതിന്റെ 17 വാക്യങ്ങൾ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കട്ടെ. Do not think that I came to abolish the law or the prophets. I did not come to abolish but to fulfill. For truly I say to you, until heaven and earth pass away, not the smallest letter or stroke shall pass from the law until all is accomplished. Whoever then annulls one of the least of these commandments and teaches others to do the same shall be called least in the kingdom of heaven. But whoever keeps and teaches them, he shall be called great in the kingdom of heaven. For I say to you, that unless your righteousness surpass that of the scribes and Pharisees, you will not enter the kingdom of heaven. Amen. ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് അതിന്റെ ഇൻട്രഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത്, ഈ 17 മുതൽ 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും യേശു എന്താണ് അങ്ങനെ സംസാരിച്ചത്, യേശു എന്തിനാണ് യേശു അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് തോന്നും. കാരണം യഹൂദന്മാർ യേശുവിനെ, ശാസ്ത്രന്മാരും പരീശന്മാരും പുരോഹിതന്മാരും ഒക്കെ യേശുവിനെ വളരെ നിശ്ചിതമായി വിമർശിച്ചത് ന്യായപ്രമാണ ലംഘിയായിട്ടാണ്. യേശുവിനെ അവൻ ക്രൂശിക്കുവാൻ കാരണങ്ങളിൽ ഒന്ന് ന്യായപ്രമാണ ലംഘിയാണെന്ന് ആരോപിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ യേശു എന്താണ് പറയുന്നത്? നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിന്റെ 12ാമത്തെ വാക്യം പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ വന്നത്. ആകാശം ഭൂമി മാറിപ്പോകുന്നവരെ സകലവും നിവൃത്തിയാകുവോളം ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും മാറില്ല. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഈ ന്യായപ്രമാണം പലപ്പോഴും ലംഘിച്ച, അല്ലെങ്കിൽ നിയമങ്ങൾ പലപ്പോഴും ലംഘിച്ച ഈ കർത്താവിന് എങ്ങനെ പറയുന്നത് നമുക്ക് തോന്നും അല്ലെ? പക്ഷെ ഇത് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് കർത്താവ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ദൈവം പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
what did Jesus meant about, law? And why was Jesus persecuted? Because he disobeyed the same thing, or some of it. ദൈവം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് യേശു ശബത്തിൽ സൗഖ്യമാക്കി. അപ്പോൾ പള്ളിപ്രമാണി പറയുന്നുണ്ട്, മറ്റാറ് ദിവസം ഉണ്ടല്ലോ, 6 ദിവസം നീ സൗഖ്യമാക്കിക്കോ, ഇന്ന് സൗഖ്യമാക്കാൻ പറ്റത്തില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ. യേശു കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു, അതിൽ കുറ്റം പറഞ്ഞു. യേശു ശിഷ്യന്മാരും ശബത്തിൽ വിളഭൂമിയിലൂടെ നടന്നു പോയപ്പോൾ കതിര് പറിച്ചു, അപ്പോൾ അതിൽ അവർ കുറ്റം കണ്ടുപിടിച്ചു. അപ്പോൾ അവനെ കൊല്ലുവാൻ, പലപ്പോഴും യേശുവിനെ കൊല്ലുവാൻ അന്വേഷിച്ചതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. എന്നാൽ നമ്മൾ ദൈവം പഠിക്കുമ്പോൾ എന്ത് ആണ് യഥാർത്ഥ പ്രമാണം എന്ന് കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് അല്പം ഒന്ന് പഠിക്കുവാനായിട്ട് ഒത്തിരി സമയം ഞാൻ എടുക്കുന്നില്ല. ഒന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രയോജനമായിരിക്കും. കാരണം നമുക്കത് അറിയണമല്ലോ. വാട്ട് ഡിഡ് ജീസസ് മീൻ? യഹൂദന്മാര് ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ അവര് ഉപയോഗിച്ചത് 4 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി. 1, 10 കൽപ്പന അവർക്ക് ന്യായപ്രമാണമായിരുന്നു. പിന്നെ മോശയുടെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പഞ്ചേക ഗ്രന്ഥങ്ങൾ മോശയുടെ ഗ്രന്ഥങ്ങളാണ്. സോ ഇത് അവർ ന്യായപ്രമാണം എന്നവർ പറഞ്ഞിരുന്നു. പിന്നെ അവർ പറഞ്ഞിരുന്നത് ഈ ന്യായപ്രമാണങ്ങളും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും അതും കൂടെ ഒന്നിച്ചു ചേർത്ത് അവർ ന്യായപ്രമാണം എന്ന് പറഞ്ഞു. ഇത് കൂടാതെ 4ാമത്തെ ഒരു കാര്യമുണ്ട്. അത് എഴുതപ്പെട്ട ന്യായപ്രമാണമല്ലായിരുന്നു. ആദ്യം എഴുതപ്പെട്ടതല്ല, അത് ആളുകൾ അല്ലെങ്കിൽ പരീശന്മാര് അല്ലെങ്കിൽ ശാസ്ത്രിമാര് അല്ലെങ്കിൽ ഇതിന്റെ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാര് വാമൊഴിയാൽ ഈ ന്യായപ്രമാണത്തെ, അതിന്റെ നിയമങ്ങൾ ആചരിക്കുവാൻ, അതിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ ഓരോ എക്സ്പ്ലനേഷൻ കൊടുത്ത് എഴുതപ്പെട്ടതല്ല, കൊണ്ട് അവർ ട്രഡീഷണൽ ആയിട്ട് നാളുകളായി പിൻപറ്റിക്കൊണ്ടിരുന്ന ചില ഓറൽ അല്ലെങ്കിൽ നിയമങ്ങളുണ്ടായി. ഇതിനെതിരായിട്ടാണ് യേശു സംസാരിച്ചത്. ഒറിജിനൽ ന്യായപ്രമാണത്തിനെതിരായിട്ടല്ല യേശു പറഞ്ഞത്. യേശു പലപ്പോഴും പരീശന്മാരുമായിട്ടും അവരുമായിട്ടും ആർഗ്യുമെന്റ് ഉണ്ടായി, അല്ലെങ്കിൽ അവർ കുറ്റം കണ്ടുപിടിച്ച്, യേശുവിനെ കുറ്റം കണ്ടുപിടിച്ച് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഈ ഓറലായിട്ടുള്ള വാമൊഴിയാൽ വന്ന പ്രമാണത്തിനോടുള്ള ബന്ധത്തിലാണ്. ദൈവം യഹൂദന്മാർക്ക് ന്യായപ്രമാണം കൊടുത്തു, എന്നാൽ അത് വളരെ ക്ലിയർ, വളരെ ഡയറക്റ്റുമായി. പക്ഷെ ഓരോ സംശയങ്ങൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് ഓരോ കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഉദാഹരണത്തിന് ശബത്ത് നാളെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. ശബത്ത് നാളിൽ നിങ്ങൾ അടങ്ങിയിരിക്കുക, ജോലിയൊന്നും ചെയ്യരുത്. ഇപ്പോൾ ഒരാൾ ഈ പുരോഹിതന്മാരോട് ചോദിച്ചു, ഞാൻ ആ ജോലി ചെയ്യുന്ന സമയത്ത് പിന്നെ കുഞ്ഞിനെ എടുക്കുന്ന ജോലിയാകുമോ? അപ്പോൾ അവർ പറഞ്ഞു, അതിലൊരു പ്രമാണം കൊണ്ട് കുഞ്ഞിനെ എടുക്കാം, പക്ഷെ ഇങ്ങനെ വേണം. പിന്നെ അവർ പറഞ്ഞു, വിളക്കിന്റെ സ്റ്റാൻഡ് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാമോ? എന്താണ് ജോലി? എന്തൊരു മുറിവുണ്ടായാൽ അതിൽ മരുന്ന് പരട്ടാമോ? മരുന്ന് പരട്ടാൻ ഒക്കത്തില്ല, അതിൽ ബാൻഡേജ് വെക്കാം. അങ്ങനെ ഓരോ നിയമങ്ങൾ ഇവർ ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവർ കൂടി ഇരുന്നെങ്കിൽ ആലോചിച്ച്, അപ്പോൾ ശാസ്ത്രിമാരെന്ന് പറയുന്ന ഗ്രൂപ്പ് അവര് ഈ കൽപ്പനകൾ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാരായിട്ട്, പരീശന്മാരത് പ്രമാണിക്കുന്ന വേർപെട്ട ഒരു പ്രത്യേക ഗ്രൂപ്പാണ് പരീശന്മാർ. അവര് അത് ആചരിക്കാൻ വേണ്ടി അവര് മുന്നോട്ടിറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓരോ നിയമങ്ങൾ, ഓരോ കൽപ്പനകൾ എടുത്തിട്ട് അവരിങ്ങനെ അതിന്റെ സബായിട്ടുള്ള കാര്യങ്ങൾ അവർ ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനകത്ത് വാക്കിംഗ് സ്റ്റിക്ക് എടുക്കുന്ന ജോലിയാണോ? വടി പിടിക്കുന്ന ജോലിയാണോ? ഒരു സ്ത്രീ തന്റെ തലയിൽ ക്ലിപ്പിടുന്ന ജോലിയല്ലേ? അപ്പൊ അതിനെല്ലാം അവർ ഓരോ കാര്യങ്ങൾ അവർ ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിലായി അവരുടെ മതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ എന്ന് പറയുന്നത് ഒരു ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന കുറെ നൂലാമാലകളായിട്ടുള്ള കുറെ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രമാണങ്ങളുടെയും ഒരു കൂമ്പാരം തന്നെ അവരുണ്ടാക്കി. കുറെ വർഷങ്ങളായിട്ട് ഇത് വാമൊഴിയാൽ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ തലമുറയായി ഇതിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, സൗഖ്യമാക്കാം, പക്ഷെങ്കിൽ എമർജൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ മരണം സംഭവിക്കാവുന്ന കേസിൽ മാത്രമേ സൗഖ്യമാക്കാൻ. അതുകൊണ്ടാണ് യേശുവിനെ നിർത്തി. യേശു കൈ വരണ്ട ഒരാളെ സൗഖ്യമാക്കിയപ്പോഴാണ് അവർ യേശുവിനെ കൊല്ലാൻ നോക്കിയത്. കൂലിയായ സ്ത്രീ ഒന്ന് നിൽക്കാം, അത് ലൈഫ് ത്രട്ടനിങ് കേസല്ല. ലൈഫ് ത്രട്ടനിങ് കേസ് ഉണ്ടെങ്കിൽ മാത്രമേ സൗഖ്യമാക്കാം. അതൊക്കെ അങ്ങനെ ഓരോ നിയമങ്ങൾ ഇവർ ആഡ് ചെയ്ത് അങ്ങനെ ഞാൻ പറഞ്ഞ അനേക തലമുറകളായി അവരത് വാമൊഴിയാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ. എന്നാൽ 3rd സെഞ്ചുറി ആയപ്പോൾ ഇതെല്ലാം അവർ എഴുതി ചേർത്തു. മിഷ്ന എന്ന് പറയുന്ന ഒരു ബുക്കുകൾ അവരുണ്ടാക്കി. ഇതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്താൽ തന്നെ 800 പേജുകൾ ഓളം വരുമെന്നാണ് ഞാൻ അവിടുത്തെ വായിച്ചത്.
പിന്നെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ എഴുതിയുണ്ടാക്കി മിസ്നായെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവർ വീണ്ടും ഇവരുടെ പണ്ഡിതന്മാർ കൂടി അതിന് കമന്ററീസ് ഉണ്ടാക്കി. അതിന് തൽമൂദ് എന്ന് പറയും. ഒത്തിരി വോളിയൂംസ് ഓഫ് ബുക്സ് അവർ എഴുതിച്ചേർത്തു. അപ്പോൾ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തെ സേവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ചെറിയ ചെറിയ ചട്ടങ്ങളും പ്രമാണങ്ങളും അതിന്റെ പുറകെ അവർ പോയി. അങ്ങനെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവർ പോയി. ആമേൻ. എന്നാൽ യേശു ഇവിടെ പറയുന്ന ന്യായപ്രമാണം ഇതല്ല. ചേർത്തുണ്ടാക്കിയ അല്ലെങ്കിൽ ഈ ന്യായപ്രമാണമല്ല. യേശു പറയുന്നത് ഒറിജിനലായി ദൈവം കൊടുത്ത പ്രമാണം എന്താണ്, ഇസ്രായേൽ മക്കളോട് കൊടുത്ത പ്രമാണം, അതാണ് യഥാർത്ഥ അർത്ഥം ഉള്ള ലോ എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നു. ഈ 10 കൽപ്പനകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 കൽപ്പനകൾ 10 commandments is the foundation of the law. ആ 10 കൽപ്പനകളെല്ലാം കൂടെ ഒന്നിച്ചൊരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ബഹുമാനം, റെവറൻസ്, ബഹുമാനം, ദൈവത്തോടുള്ള ബഹുമാനം, മറ്റുള്ള വ്യക്തികളോടുള്ള ബഹുമാനം, റെസ്പെക്ട് കൊടുക്കുക. ഈ ഒരൊറ്റ വാക്കിലാണ് ഈ 10 കൽപ്പനകളും ഇരിക്കുന്നത്. 10 കൽപ്പനകൾ എന്താണ്? ദൈവത്തെ മാനിക്കുക, ദൈവത്തിന്റെ നാമത്തെ മാനിക്കുക, ദൈവത്തിന്റെ പേര് ബഹുമാനിക്കുക, റെവറൻസ്, ഭയഭക്തി, ബഹുമാനം, റെസ്പെക്ട് ഫോർ പേരൻസ്, മാതാപിതാക്കളെ ബഹുമാനിക്കുക, റെസ്പെക്ട് ഫോർ പ്രോപ്പർട്ടി, റെസ്പെക്ട് ഫോർ യുവർ ഓൺ സെൽഫ്. ഇതെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭയഭക്തി ആരോട്? ദൈവത്തോട്. ബഹുമാനം ആരോട്? മാതാപിതാക്കളോട്. ബഹുമാനം ആരോട്? നമ്മുടെ കൂടപ്പുറപ്പുകളോട്, അല്ലെങ്കിൽ അടുത്തുള്ളവരോട്, അല്ലെങ്കിൽ നാട്ടുകാരോട്, അല്ലെങ്കിൽ സമൂഹത്തോട്. സോ എവറിത്തിങ് ഇസ് കൺസൈസ്ഡ് ഇൻ വൺ വേർഡ്: റെവറൻസ് ആൻഡ് റെസ്പെക്ട്. അതെ, അപ്പോൾ യേശുക്രിസ്തു പറയാണ്, he came to fulfill or to show men that actual life is what reverence to God and respect for men is like. എന്താണ് ദൈവത്തോടുള്ള ബഹുമാനം, ഭയഭക്തി, മറ്റുള്ളവരോടുള്ള ബഹുമാനം എന്താണെന്ന് യേശുക്രിസ്തു കാണിച്ചു. It did not depend on obeying thousands of small, laws and regulations of don't touch, don't do this, don't do that, wash your hands എന്ന് പറയുന്ന ആയിരക്കണക്കിന് നിയമങ്ങൾ പ്രമാണിക്കുന്നതിലല്ല. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നോക്കുന്നത് യാഗമല്ല, ഞാൻ നോക്കുന്നത് കരുണയിലാണ്. അവൻ God looks at mercy, not sacrifice. He looks at love, not legalism. So reverence and respect are the basis of the 10 commandments. കർത്താവ് അതൊരിക്കലും മാറിപ്പോകത്തില്ല. അതാണ് ദൈവവും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ബഹുമാനം, ഓണർ. യേശുക്രിസ്തു പറയുന്നു there's a definite continuation between past and the present. നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് പഴയ നിയമത്തിലെ ദൈവം ഒരു ഭയാനകമായ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും പ്രായമൊക്കെയായി വളരെ സോഫ്റ്റ് ആയിട്ട് ആരോടും ദേഷ്യപ്പെടാതെ പാവത്തിനെല്ലാം കണ്ണടയ്ക്കുന്ന ഒരു വല്യപ്പച്ചനായി നമ്മൾ കാണും. പഴയ നിയമത്തിലെ ദൈവം ഭയങ്കര ദേഷ്യക്കാരനും അങ്ങനെ നമ്മൾ കാണും. പക്ഷെ അങ്ങനെയല്ല. God is the same yesterday, today and forever. ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല. ആമേൻ. എന്തുകൊണ്ടാണ് ന്യായപ്രമാണം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ ന്യായപ്രമാണത്തെ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നത്? ഇറ്റ് ഇസ് നോട്ട് എ ബാറ്റിൽ ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് ദ പ്രസന്റ്. പ്രസന്റ് ഗ്രോസ് ഫ്രം ദ പാസ്റ്റ്. ഇന്നത്തെ വർത്തമാനം കാലത്തെ ഭൂതകാലത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഗ്രോത്ത്, അല്ലേ? നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ചില പറയാൻ പഴയ നിയമം വേണ്ട എന്ന്. പക്ഷെ പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം ഇല്ല, പാസ്റ്റ് ഇല്ലാതെ ഒരു പ്രസന്റ് ഇല്ല. പ്രോഗ്രസീവായിട്ട് നമ്മൾ ദൈവത്തെ അതിലൂടെയാണ് കാണുന്നത്. എവിടെയാ? ബൈബിൾ മൊത്തം ഒരു ഹോൾ ബുക്ക്, അതാണ് ദൈവത്തിന്റെ റെവലേഷൻ ആയിട്ട് നമ്മൾ കാണുന്നത്. അതെ. സോ എന്തിനാണ് ഈ ഗോസ്പൽ സുവിശേഷം വരുന്നതിന് മുമ്പ് ന്യായപ്രമാണം വന്നു? എന്തിനു വേണ്ടി? എന്ത് കാണിക്കാൻ വേണ്ടിയാണ്? മനുഷ്യരെ കാണിക്കാനാണ് നല്ലതേത്, ചീത്തയേത്, പാപം എന്ത്, വിശുദ്ധി എന്ത്, ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ത്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ത്, ആൻഡ് ഹ്യൂമൻ ഇനബിലിറ്റി ടു കോപ്പ് ആൻഡ് റെസ്പോണ്ട് ടു ദ ഡിമാൻഡ്സ് ആൻഡ് കമാൻഡ്മെന്റ്സ് ഓഫ് ദ ലോ. ഈ ന്യായപ്രമാണം കൊടുത്തത് മനുഷ്യന് മനസ്സിലായി, ഞങ്ങൾ എത്ര പരിശ്രമിച്ചാലും ഇത് ഞങ്ങൾക്ക് ചെയ്യാനൊക്കത്തില്ല, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടൊക്കത്തില്ല. പക്ഷെ യഹൂദന്മാർക്ക് അത് മനസ്സിലായില്ല. അവർ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവർ വീണ്ടും ഈ ന്യായപ്രമാണത്തിന്റെ പുറത്ത് അവർ എക്സ്പ്ലനേഷൻ കൊടുത്ത് ആഡ് ചെയ്ത് അവർ ഓർത്തു. അങ്ങനെ ആ ലെറ്ററിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അത് ഓരോന്നോരോന്ന് നൂല് ഇങ്ങനെ കീറി അതിങ്ങനെ അങ്ങനെ ആചരിക്കുമ്പോഴാണ് ദൈവത്തിനോട് ഇഷ്ടം കൂടുന്നത് അവർ ചിന്തിച്ചു. They forgot what the true meaning is. ഇതിന്റെ യഥാർത്ഥ അർത്ഥം അവർ മനസ്സിലാക്കിയില്ല. ആമേൻ. മനുഷ്യൻ പഠിക്കേണ്ടിയിരുന്നു പാപം എന്താണ്. നമുക്ക് ദൈവസന്നിധിയിലുള്ള എന്ത് പ്രവർത്തിച്ചാലും എത്ര നന്നായി ജീവിച്ചാലും മനുഷ്യന്റെ ഇനാഡിക്വസി, മനുഷ്യന്റെ പരിമിതികൾ ന്യായപ്രമാണത്തിന് മുമ്പിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ശബത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 6-ാം ദിവസം. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായി. 7-ാം ദിവസം മനുഷ്യന്റെ 1-ാമത്തെ ദിവസമാണ്. 7-ാം ദിവസം എന്താണ് സംഭവിച്ചത്?
ദൈവം ഇറങ്ങി വന്ന് ആദാമിനോടും ഹവ്വയോടും കൂടെ ഒന്നിച്ച് ദൈവം ഉണ്ടാക്കിയ ഭൂമിയെയും തോട്ടത്തെയും അതിന്റെ മനോഹാരിതയും അവരൊന്നിച്ച് കണ്ടു. ദൈവം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കി ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പിതാവ് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് മക്കളെ കാണിക്കുന്നത് പോലെ God was excited, God was sharing, God was showing. അതായിരുന്നു ശബത്തിൽ നടന്നത്. It was a day of celebration, it was a day of fellowship, it was a day of communing with God. ആമേൻ. ആ ശബത്തിനെയാണ് ഇവര് പരീശന്മാർ അത് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ അർത്ഥത്തെ മാറ്റിക്കളഞ്ഞത്. യേശു ചോദിക്കുന്നത് നിങ്ങളോട് ആരും പറഞ്ഞത് മാറ്റാനായിട്ട്, ഇതിനെ കൂട്ടിച്ചേർക്കാനായിട്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇതിനെ ഒന്ന് അഴിക്കുകയും ആമേൻ, എന്നിട്ട് അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയതെന്ന് വിളിക്കും. ആൾക്കാർ ചിന്തിക്കുന്നത് പുതിയ നിയമത്തിൽ people think that New Testament, there's no laws, but New Testament laws are 1,000 times harder to follow. ഞാൻ പറഞ്ഞല്ലോ, it's a progressive revelation, law and gospel. There's no contradiction. God is the same in the Old Testament, God is the same in the New Testament. പുതിയ നിയമത്തിൽ വരുമ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ദൈവം പലപ്പോഴും പറയുന്നത് ഇസ്രായേലിന്റെ മകൻ എന്ന് പറയുന്നത്. പക്ഷെ ഇസ്രായേൽ മക്കളെ തിരിച്ചറിഞ്ഞില്ല. They thought that they could do all the sacrifices, they could follow these laws, they could follow these commandments, and they could please God. They saw God as a master. Even when God called them as children, they didn't get it. They didn't understand that. അവർക്ക് മനസ്സിലായില്ല. ഇവിടെ ഞാൻ 2 വാക്യങ്ങളോട് വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താം. കാരണം നമുക്കിത് നന്നായിട്ട് പഠിച്ചു പോയാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ വാക്യം, John 15:15. യജമാനൻ ചെയ്യുന്ന ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞു. ദാസന്മാരെന്താണോ അവർ ചിന്തിച്ചോണ്ടിരുന്നത്, അല്ലെ? ഇപ്പം പറയുകയാണ് ഞാൻ സ്നേഹിതൻ. എല്ലാം യേശു പിതാവിൽ നിന്ന് വന്നു, പിതാവിൽ നിന്നുള്ള എല്ലാം നമ്മളോട് പറയുക. Now we are friends with God, we are the children of God. Amen. Jesus told he knows the heart of God, and he told the people what is the heart of God. എന്താണ് ന്യായപ്രമാണത്തിന്റെ ഏറ്റവും മുഖ്യമായ കൽപ്പനയെന്ന്, what is the most important commandment in the Bible എന്ന്, അല്ലെങ്കിൽ ന്യായപ്രമാണം in the law എന്ന് ഒരാൾ ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്താണ്? ഞാനൊന്ന് വായിക്കട്ടെ. മാത്യു ചാപ്റ്റർ 22 തോന്നുന്നു, അതിന്റെ 37. ഗുരു ന്യായപ്രമാണത്തിൽ 36, മാത്യു ചാപ്റ്റർ 22 verse 36 ആണ്. ഗുരു ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയതെന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പിന്നെ മുമ്പേ പറഞ്ഞ വാക്ക് നിങ്ങൾ മറക്കരുത്. വാട്ട് ഇസ് ദ ലോ? റെവറൻസ് ടു ഗോഡ്, റെസ്പെക്ട് ടു മാൻ. Simple. Just the 2 words. So what is the most important commandment? You shall love the Lord your God with all your heart and with all your soul and with all your mind. This is the great and foremost commandment. The second is like it, you shall love your neighbor as yourself. Amen. ഇത് തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. God wanted the children of Israel to love him, not to be afraid of him. അവരെ കണ്ട് പേടിച്ച് ഓടാനല്ല ദൈവം ആഗ്രഹിച്ചു. മകൻ അപ്പനെ വഹിച്ച് നടത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ നടത്തി, എന്നിട്ട് അവർക്ക് മനസ്സിലായില്ല. Amen. They did not understood the love of God. We see that in Deuteronomy. ആവർത്തന പുസ്തകം 10-ാം അധ്യായം എന്റെ 11-ാമത്തെ വാക്യത്തോടെ ഞാനിവിടെ വായിക്കുന്നു. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും നിന്റെ എല്ലാ വഴികളിലും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, now Israel, what does the Lord your God require from you? But to fear the Lord your God, to walk in all his ways and love him, and to serve the Lord your God with all your heart and with all your soul, and to keep the Lord's commandments, his statutes which I am commanding you today for your good. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവകൽപ്പനകൾ വെച്ചിരിക്കുന്നത്. It's for our good. Many times we think that, why is all this, in the Bible? I cannot enjoy life. Many people think like that. But if you look at the commandments, every commandment is like a father telling his child, don't go there, don't do this. It's danger. There is danger there. എന്ന് പറയുന്ന ഒരു പിതാവ് മകനോട് പറയുകയാണ്, മകനെ നീ ചെയ്യരുത്, അപകടമാണ്. തീയെ കളിക്കരുത്, അപകടമാണ്. കത്തി എടുക്കരുത്, അപകടമാണ്. നീ റോഡിലോട്ട് ഇറങ്ങരുത്, അപകടമാണ്.
എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയുന്നു, നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ദൈവം ന്യായപ്രമാണങ്ങളും കൽപ്പനകളും തന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് ഫോർ അവർ ഗുഡ്. അവൻ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് പരിമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെരമ്യാ പ്രവചനം അതിന്റെ 9-ാം അധ്യായം, ജെറമയ ചാപ്റ്റർ 9. Verses 23 and 24. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിനല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തെ അറിയുക, ദൈവം ആരാണെന്ന് മനസ്സിലാക്കുക, ഇതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. Thus says the Lord, let not a wise man boast of his wisdom, let not the mighty man boast of his might, let not a rich man boast of his riches, but let him who boast of this boast of this, that he understands and knows me, that I am the Lord, who exercises loving kindness, justice and righteousness on the earth, for I delight in these things. ദൈവം ആരാണെന്ന്? അവൻ സ്നേഹമുള്ള ദൈവമാണ്, അവൻ കരുണയുള്ള ദൈവമാണ്, അവൻ നീതിയുള്ള ദൈവമാണ്. ആ ദൈവത്തെ അറിയുമ്പോഴാണ്, അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. യഹൂദന്മാർക്ക് അറിയാൻ, they didn't understand that. Love is, law which God gave them was God's favor to Israel. It was a privilege to Israel. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളെ സകല ജാതികളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കും. നിങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്ന് ഇരിക്കട്ടെ, നിങ്ങളുടെ കീഴിൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ജോലിക്കാരോട് നിങ്ങളൊരു കാര്യം പറയും, അവർക്കതൊരു കൽപ്പനയാണ്. പക്ഷെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകനോട് നിങ്ങൾ പറയുക, അത് ഇത് ചെയ്യുന്നു പറയുമ്പോൾ അവനൊരിക്കലും അത് കൽപ്പനയായിട്ട് തോന്നത്തില്ല. ലോ ഇസ് എ ബർഡൻ ഫോർ എ വർക്കർ, ബട്ട് ഫോർ എ സൺ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഷോ ഹിസ് ലവ് ഫോർ ഹിസ് ഫാദർ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ന്യായപ്രമാണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൽപ്പന എന്ന് പറയുന്നത് ജോലിക്കാരൻ ഒരു ഭാരമാണ്. പക്ഷെങ്കിൽ മകനും എൻ്റെ പിതാവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ എനിക്കൊരവസരം കിട്ടുന്നു. ഐ വിൽ ഡു ഇറ്റ്. Law is a burden to the worker, but for a son, it's an opportunity to show his love to his father. When I obey God, ഞാൻ ദൈവത്തെ അനുസരിക്കുമ്പോൾ, I reciprocate his love. ദൈവം പറയുന്നു, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും. ഒരു മകൻ അപ്പനെ അനുസരിക്കുന്നത്, son obeys his father, not out of fear, but out of love. Jesus told, if you love me, keep my commandments. Obedience is an expression of our love to an all-loving God. നിത്യസ്നേഹം കൊണ്ട് നമ്മളെ സ്നേഹിച്ചിരിക്കുന്ന ഒരു കർത്താവിനോടുള്ള ആ സ്നേഹത്തിന്റെ ഒരു പറയുന്നത്, ഒരു മറുപടിയാണ്. അല്ലെങ്കിൽ ദൈവം നമ്മളോട് ചെയ്ത വലിയ സ്നേഹത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഇത്രേ ഉള്ളൂ. ദൈവം പറഞ്ഞ അനുസരിക്കുക. ആമേൻ. ഇറ്റ്സ് നോട്ട് എ ബർഡൻ, ഇറ്റ്സ് എ പ്രിവിലേജ്. അതൊരു ഭാരമല്ല, അതൊരു പരാതിയോടല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്, അതൊരു പദവിയാണ്. വെൻ യു ആർ എ സൺ, നമ്മൾ ഇത്രയും വില കൊടുത്ത് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് നമ്മളെ തന്റെ മക്കളാക്കി തീർത്ത ആ പ്രിയ പിതാവ് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഭാരമാണെന്ന് എനിക്ക് തോന്നത്തില്ല. എനിക്ക് ഒന്നുകൂടെ കർത്താവിനെ സ്നേഹിക്കാൻ തോന്നും. ഈ കർത്താവ് എന്താ ഇനി ഉള്ളത്, എന്താ ഇനി ചെയ്യാനുള്ളത്? നമ്മളെ അൺകണ്ടീഷണലായി യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ നമ്മളെ സ്നേഹിച്ച കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ മൈൻഡ് ആൻഡ് വിത്ത് ഓൾ യുവർ സോൾ ആൻഡ് വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ കർത്താവിനെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൽ നിന്ന് എല്ലാം ഉണ്ട്, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ദൈവമക്കളെ, നമുക്ക് മാനുഷികമായ നിലയിൽ നമുക്ക് ഇത് ഒബേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കർത്താവിനോട് പറയണം, കർത്താവെ, ഐ സ്ട്രഗിൾ ഇൻ ദീസ് ഏരിയാസ്, എനിക്കത് കഴിയുന്നില്ല, കർത്താവിനെ സഹായിക്കണം. അത് ഏതൊക്കെയാണോ നിങ്ങൾക്ക് തന്നെ അറിയാം. കർത്താവ്, എനിക്ക് നിന്നോടുള്ള സ്നേഹമുണ്ട്, പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി ഏരിയാസ് ഉണ്ട്, കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മളെ നടത്തും, അവൻ നമ്മളെ ശക്തീകരിക്കും, അവൻ നമ്മളെ സഹായിക്കും. ഇന്നത്തെ കാലം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയെ പറ്റി ഒരു പഴയ പാട്ട് സൈമൺ സാർ എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ട് നമുക്കൊന്ന് പാടാം. പരപരമേശ വരമരുൾ ഗീശ, നീ അത്രയും രക്ഷാസ്ഥാനം. Para mí
പരമേശ പരമരുവീശ നീയത്രയും രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിലും പിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും പിന്നും സൂര്യശോഭ കാണും. പരമേശ പരമരുവീശ നീയത്രയും രക്ഷാസ്ഥാനം. പരമേശ പരമരുവീശ നീയത്രയും രക്ഷാസ്ഥാനം. സന്ധ്യയിങ്കൽ വീണാവം സന്തോഷമുഷസ്സിലും. സന്ധ്യയിങ്കൽ വീണാവം സന്തോഷമുഷസ്സിലും. പരമേശ പരമരുവീശ നീയത്രയും രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണ് തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണ് തുടച്ചിടും. പരമേശ പരമരുവീശ നീയത്രയും രക്ഷാസ്ഥാനം. നിന്റെ മുഖശോഭമൂലം എന്റെ ദുഃഖം തീർന്നുപോകും. നിന്റെ മുഖശോഭമൂലം എന്റെ ദുഃഖം തീർന്നുപോകും. പരമേശ പരമരുവീശ നീയത്രയും രക്ഷാസ്ഥാനം. ഹല്ലേലൂയ. നാലാമത്തെ സ്ഥാനം കാർമേഘത്തിനുള്ളിലും ഞാൻ. ഹല്ലേലൂയ. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും മിന്നും സൂര്യശോഭ കാണും. പരമേശ പരമരുവീശ നീയത്രയും രക്ഷാസ്ഥാനം. പരമേശ പരമരുവീശ നീയത്രയും രക്ഷാസ്ഥാനം. സന്ധ്യയിങ്കൽ വീണാവം സന്തോഷമുഷസ്സിലും. സന്ധ്യയിങ്കൽ വീണാവം സന്തോഷമുഷസ്സിലും. പരമേശ പരമരുവീശ നീയത്രയും രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണ് തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണ് തുടച്ചിടും. പരമേശ പരമരുവീശ നീയത്രയും രക്ഷാസ്ഥാനം. പരമേശ പരമരുവീശ നീയത്രയും രക്ഷാസ്ഥാനം. ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മളോടൊന്നിച്ച് ആയിരിക്കാൻ നിങ്ങളെ ദൈവം സഹായിച്ചല്ലോ. ഗോഡ് ബ്ലെസ് യു ആൾ. നാളെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ കർത്താവിന്റെ ഓരോ താമസിക്കുന്നെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. ഗോഡ് ബ്ലെസ് യു.